എന്നെ വെറുതെ വിടണ്ട, ധൈര്യമായി വിമർശിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ടായിരുന്നു. പുതിയ IT ആക്ട് കാരണം ഈ വീഡിയോ എപ്പോൾ വേണമെങ്കിലും ഡിലീറ്റ് ചെയ്യപ്പെടാം. എങ്കിലും പറയാനുള്ളത് പറഞ്ഞു തന്നെ തീർക്കണം. ഇത് മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ കാർട്ടൂൺ കണ്ടോ? ഇതിൽ വസ്ത്രമില്ലാതെ നിൽക്കുന്നത് നമ്മുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുജിയാണ്. അമേരിക്കയെ ഇംപ്രസ് ചെയ്യാൻ ഇന്ത്യ ശ്രമിച്ചപ്പോൾ അവിടെ നിന്ന് കാര്യമായ സഹായമൊന്നും ലഭിക്കാത്തതിന് പരിഹസിച്ചുകൊണ്ട് പ്രശസ്ത കാർട്ടൂണിസ്റ്റ് ശങ്കരൻപിള്ള വരച്ചതാണിത്. ഇത്രയും വലിയൊരു പരിഹാസം കണ്ടപ്പോൾ നെഹ്റുജി ശങ്കറിനെ ജയിലിൽ അടച്ചോ അതോ കാർട്ടൂൺ ബാൻ ചെയ്തോ? ഇല്ല, പകരം അദ്ദേഹം പറഞ്ഞു ഡോണ്ട് സ്പെയർ മീ ശങ്കർ എന്നാണ്. ശങ്കർ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, പക്ഷെ ഒരിക്കലും എന്നെ വിമർശിക്കാതെ ഇരിക്കരുത് എന്നതായിരുന്നു ആ വലിയ മനുഷ്യന്റെ നിലപാട്. തന്റെ പോരായ്മകൾ തിരിച്ചറിയാനുള്ള ബുദ്ധി അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് 2026 എന്താണ് നടക്കുന്നത്? സർക്കാരിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നവരുടെ അക്കൗണ്ടുകൾ നിമിഷങ്ങൾക്കുള്ളിൽ ബാൻ ചെയ്യപ്പെടുന്നു. ഫേക്ക് എന്നും പറഞ്ഞ് നാഷണൽ സെക്യൂരിറ്റി എന്നും പറഞ്ഞ് വീഡിയോകൾ റിമൂവ് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം UP-യിൽ പ്രധാനമന്ത്രി ഇനാഗുറേഷൻ റാലി നടന്നപ്പോൾ അവിടെ കസേരകൾ കാര്യമാവാതിരിക്കാൻ അവിടുത്തെ യൂണിവേഴ്സിറ്റികൾ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? റാലിയിൽ പങ്കെടുത്താൽ മാത്രമേ സ്റ്റുഡൻസിന് 2 ദിവസത്തെ അറ്റൻഡൻസ് തരുമെന്ന്. ആ റാലിയുടെ മിനി വ്ലോഗ് എടുത്ത കുട്ടികളുടെ വീഡിയോ പോലും ബാൻ ചെയ്തു. അതിൽ എന്ത് നാഷണൽ സെക്യൂരിറ്റി പ്രശ്നമാണ് ഉണ്ടായിരുന്നത്? ചോദ്യം ചോദിക്കുന്ന കൊച്ചു കുട്ടികളുടെ അക്കൗണ്ട് പോലും ഇന്ന് ബാൻ ചെയ്യുന്നു. എക്സിൽ ഡ്യൂ ടു ലോക്കൽ റെഗുലേഷൻ ദിസ് കണ്ടന്റ് ഈസ് റെസ്ട്രിക്റ്റഡ് എന്ന മെസ്സേജുകൾ കൊണ്ട് നിറയുന്നു. സെൻസർഷിപ്പ് ഒരു കലയായി മാറിയിരിക്കുന്നു. മോദിജി 3 വട്ടം പ്രധാനമന്ത്രി ആയതുകൊണ്ട് മാത്രം ആരും മഹാനാകുന്നില്ല. വ്യക്തിത്വവും ചിന്താരീതിയും കൊണ്ടാണ് ഒരാൾ മഹാനാകുന്നത്. വിമർശനങ്ങളെ പേടിച്ചോടാതെ ധൈര്യത്തോടെ നേരിടാനുള്ള മനസ്സാണ് വേണ്ടത്. ജനങ്ങളോട് കൈകൂപ്പി വോട്ട് ചോദിച്ചു വാങ്ങിയിട്ട് ആ ജനങ്ങളുടെ ശബ്ദം തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യമല്ല. ജനാധിപത്യം എന്നാൽ വെറും വോട്ട് ചെയ്യൽ മാത്രമല്ല, ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അധികാരം കൂടിയാണ്. ശങ്കരൻപിള്ള പറഞ്ഞതുപോലെ എത്ര വലിയ പദവിയിൽ ഇരിക്കുന്ന ആളായാലും അയാൾ പെർഫെക്റ്റ് അല്ല. അത് ചിന്തിക്കാനുള്ള ബുദ്ധി നെഹ്റുവിനുണ്ടായിരുന്നു. ആ ബുദ്ധി മോദിജിക്കുണ്ടോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം.